ബ്രസീൽ ടീമിൽ നമുക്ക് അത്ര വലിയ ഒരു അങ്ങനെ വികാരം വരുന്നില്ല. ഈ വേൾഡ് കപ്പിൽ ഏറ്റവും മികച്ച ടീം ഏതാണെന്ന് വെച്ചാൽ അത് ഫ്രാൻസ് തന്നെയാണ്. ഇംഗ്ലണ്ടിനോട് അർജന്റീന ജയിക്കണം, പക്ഷെ എല്ലാവരും പറയുന്ന അർജന്റീനക്ക് ഇംഗ്ലണ്ടിനോട് പാടായിരിക്കും എന്നാണ്. ഫ്രാൻസിന് അത്ര എളുപ്പമായിരിക്കില്ല ഈ കളി, കാരണം ബോൾ കൊടുക്കാൻ സ്പെയിൻ എന്തായാലും തയ്യാറാവില്ല. ശരിക്കും പറഞ്ഞാൽ നിക്കോ വില്യംസും ലമീൻ യമാലും കൂടി യൂറോ കപ്പിൽ വളരെ ഭംഗിയായിട്ട് കളിച്ചു. അവിടുത്തെ അർജന്റീനയുടെ ഒരു പോസിറ്റീവ് കാര്യം എന്ന് പറഞ്ഞാൽ ഇതാണ്, അവരെത്ര പുറകു പോയാലും വിട്ടുകൊടുക്കൂല എന്നുള്ളൊരു മെന്റാലിറ്റിയിൽ അവർ കളിക്കുന്നുണ്ട്. ഈവൻ ഇൻഫാന്റിനൊക്കെ പോലും ഫിഫയുടെ റഫറിമാരെ സ്വാധീനിക്കാൻ പറ്റൂല എന്നാണ്. ഇപ്പോൾ ഈ പുറത്തായ കളിയിൽ ഗോൺസലോ റാമോസിനെ ഇറക്കിയതേ ഇല്ല. അതിൻ്റെ മുമ്പത്തെ കളിയിൽ ഗോളടിച്ച് വിജയിപ്പിച്ച ആളാണ്. അപ്പോൾ ക്രിസ്ത്യാനോയെ വിഷമിപ്പിക്കാൻ കോച്ച് തയ്യാറായില്ല എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. ക്രിസ്ത്യാനോയെ നിലനിർത്തി കോച്ച് അങ്ങനെ പോയത് ശരിക്കും പറഞ്ഞ ഒരു തിരിച്ചടിയാണ്. കാരണം 41കാരനായിട്ടുള്ള ഒരു സ്ട്രൈക്കറെ വെച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനൊരു പരിധിയുണ്ട്. ഒന്നേ ക്രിസ്ത്യാനോയെ സൂപ്പർ സബ്ബാക്കി ഇറക്കായിരുന്നു, അല്ലെങ്കിൽ ഒരു 60 മിനിറ്റിന് ശേഷം പിൻവലിക്കണമായിരുന്നു. കോച്ചും ഒരു കാരണമാണ് ഈ പുറത്താവലിന് എന്നുള്ളതാണ്. നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. നമുക്ക് ഇന്നൊരു അതിഥിയുണ്ട്. നമ്മുടെ സ്പോർട്സ് ഫെറ്റനിൽ തന്നെയുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരാളാണ് റാഫ് ടോക്സ്. റാഫ്, സ്വാഗതം. ആരാണ് റാഫ് ടോക്സ്? എന്താണ് റാഫിന്റെ പേര്? അങ്ങനെ ഒരുപാട് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒന്ന് സ്വയം പരിചയപ്പെടുത്താം. ആദ്യം എൻ്റെ പേര് മുഹമ്മദ് റഫീഖ് എന്നാണ്. എല്ലാവരും ഇപ്പോൾ റാഫ് ടോക്സ് എന്നുള്ളതിൽ റാഫ് എടുത്തിട്ട് റാഫിയായി മാറിയിട്ടുണ്ട്. ഞാൻ ഒരു 7 വർഷക്കാലമായിട്ട് നമ്മൾ സ്പോർട്സ് ഇങ്ങനെ യൂട്യൂബായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. നേരത്തെ സ്വകാര്യ മേഖലയിൽ അധ്യാപകനായിരുന്നു. അതിനുശേഷം ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് തന്നെയാണ് സ്പോർട്സ് മാത്രമാണ്. അതെ, സന്തോഷമായിട്ട് പോകുന്നു. വീട്ടിലാരൊക്കെയുണ്ട്? വീട് ഇവിടെ നമ്മുടെ മലപ്പുറം ജില്ലയിൽ തിരൂരിനടുത്ത് വൈലത്തൂർ ഭാഗത്താണ്. എനിക്ക് ഭാര്യയുണ്ട്, 2 മക്കളുണ്ട്, ഉമ്മ ഉപ്പ, സന്തോഷം, കുടുംബം. ഫേവറേറ്റ് ടീം ഏതാണ്? ഫേവറേറ്റ് ടീം ബ്രസീലാണ്. അത് ശരിക്കും പറഞ്ഞാൽ നമ്മളെ കുട്ടിക്കാലത്തൊക്കെ ഉള്ളൊരു ആവേശം റൊണാൾഡോ ആണ്. എന്ന് പറഞ്ഞാൽ റൊണാൾഡോ നെസാരിയോ, R9. അപ്പോൾ R9 ഫാൻ ഉള്ള ഒരു രീതിയിൽ ഇങ്ങനെ ഒരു ബ്രസീലിയൻ ഫാൻ അങ്ങനെയാണ് അങ്ങനെ പോകുന്നത്. ഇപ്പോഴത്തെ ഒരു ജനറേഷനിലേക്ക് നോക്കുമ്പോൾ ഇപ്പം എന്ന് പറഞ്ഞാൽ ബ്രസീൽ ടീമിൽ നമുക്ക് അത്ര വലിയ ഒരു അങ്ങനെ വികാരം വരുന്നില്ല എന്ന് കരുതി നമ്മൾ മറ്റു താരങ്ങളൊക്കെ നമുക്ക് ഇഷ്ടം. അപ്പോൾ മെസ്സിയെ നല്ല ഇഷ്ടമാണ്. അങ്ങനെ അപ്പോൾ ഞാൻ പറയുമ്പോൾ R9 അല്ലാതെ മറ്റൊരാളും അത്ര മനോഹരമായിട്ട് കളിച്ചിട്ടില്ല എന്നാണ് ഫീലാണ്. പണ്ട് കളിക്കായിരുന്നു, ചെറുപ്പത്തിലൊക്കെ പണ്ട് ഫുട്ബോളും കളിക്കായിരുന്നു, അതിലുപരി ക്രിക്കറ്റ് കളിക്കായിരുന്നു. ഡിസ്ട്രിക്ട് ലീഗിലൊക്കെ ക്രിക്കറ്റ് അല്ല, ചെറിയ രൂപത്തിലൊക്കെ. പിന്നെ നമുക്ക് നമ്മുടെ വേൾഡ് കപ്പ് വിശേഷങ്ങളിലേക്ക് വരാം. ഞാൻ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കുന്നു, സ്പെയിൻ വേഴ്സസ് ഫ്രാൻസ് എന്താവും ഗതി? അതൊരു ഭയങ്കര ടഫ് മാച്ച് ആയിരിക്കും. നമുക്കത് പറയാൻ പറ്റാത്തതാണ്. ഇപ്പോൾ ഞാനൊരു ചാൻസ് പറയുകയാണെങ്കിൽ ഒരു 55-45, എന്നാൽ 55 ഫ്രാൻസിനാണ്, ഒരു 45 ചാൻസ് സ്പെയിനും കാണുന്നു. അല്ലാതെ നമുക്കതൊരു ഇന്ന ടീം ജയിക്കുമെന്ന് ഉറപ്പിച്ചങ്ങ് പറയാൻ പറ്റാത്തൊരു സ്ഥിതിയിലുള്ള കളിയാണ്. അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ ഫ്രാൻസ്, അതായത് നമ്മൾ തുടക്കത്തിൽ ഗംഭീരമായിട്ട് പോകുന്നു, പിന്നീട് പാരഗ്വേ ഒരു ലോ ബ്ലോക്ക് ഇട്ടപ്പോഴേക്ക് ഫ്രാൻസ് എന്നൊരു ആശങ്ക എല്ലാവർക്കും ഉണ്ടായിരുന്നു. പക്ഷെ മൊറോക്കോക്കെതിരെ എന്താണ് ഫ്രാൻസ് എന്ന് കാണിച്ചത്? ഈ വേൾഡ് കപ്പിൽ ഒരു കംപ്ലീറ്റ് ടീമായിട്ട് നമുക്ക് ഫ്രാൻസിനെ കാണാൻ പറ്റും. തീർച്ചയായിട്ടും ഈ വേൾഡ് കപ്പിൽ ഏറ്റവും മികച്ച ടീം ഏതാണെന്ന് വെച്ചാൽ അത് ഫ്രാൻസ് തന്നെയാണ്. നല്ല ഡിഫൻസ് ഉണ്ട്, മുന്നേറ്റ നിര ഗംഭീരമാണ്. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ മിഡ്ഫീൽഡാണ് അത്ര അങ്ങ് പോരാ എന്ന് തോന്നുന്ന ഒരു സംഭവമുള്ളൂ. പക്ഷേ മൊത്തത്തിൽ നോക്കുമ്പോൾ നിങ്ങൾ ഏത് ഫാനിനോട് ചോദിച്ചാലും ഫാനിസം മാറ്റിവെച്ച് ഏത് ടീമാണ് നല്ലതെന്ന് ചോദിച്ചാൽ ഫ്രാൻസ് എന്ന് പറയും. നമുക്ക് തന്നെ ഈ പ്രവചന മത്സരമൊക്കെ ഉണ്ട് നമ്മുടെ റിപ്പോർട്ടറിന്റെ, അതിനകത്തൊക്കെ കൂടുതൽ വരുന്ന ഉത്തരങ്ങളിലെല്ലാം ഫ്രാൻസ് ആണ് എല്ലാവരും, അതായത് കടുത്ത അർജന്റീൻ ഫാൻസ് ഒക്കെ ആയിരിക്കും, എന്നാൽ പോലും ഫ്രാൻസ് തന്നെ എല്ലാവരും പറയുന്നത്. നമുക്കൊരു ഡ്രീം ഫൈനൽ കാണാൻ പറ്റും കഴിഞ്ഞ വേൾഡ് കപ്പിന്റെ ഒരു റിപ്പീറ്റ് റീമാച്ച്. അത് ഇംഗ്ലണ്ടിനോട് അർജന്റീന ജയിക്കണം, പക്ഷെ എല്ലാവരും പറയുന്ന അർജന്റീനക്ക് ഇംഗ്ലണ്ടിനോട് പാടായിരിക്കും എന്നാണ്. എന്നാൽ നിങ്ങൾ ശരിക്കും ഇംഗ്ലണ്ടിന്റെ മുന്നോട്ടുള്ള പോക്ക് മൊത്തം നോക്ക്. ഇതേപോലെയൊക്കെ തന്നെ ഇപ്പോൾ ഗാനയോട് ഒരു ബുദ്ധിമുട്ടിയിട്ടാണ് സമനില പിടിച്ചത്. അങ്ങനെ മൊത്തത്തിൽ ഇപ്പോൾ മെക്സിക്കോയുടെ ഒരു കടുത്ത കളിച്ച് അങ്ങ് രക്ഷപ്പെട്ടതാണ്. ഏറ്റവും കൂടുതൽ നോർവേയോട് അവർ ഈ എക്സ്ട്രാ ടൈമിലാണ് ജയിച്ചത്. അർജന്റീനയെ കൊണ്ട് കഴിയും, വേണ്ടി വന്നാൽ അവരെ തോൽപ്പിക്കാൻ കഴിയും. ഡ്രീം ഫൈനൽ സാധ്യതയുണ്ട്, തള്ളിക്കളയണ്ട, അത്രേ ഉള്ളൂ. ഇപ്പോൾ ഫ്രാൻസിലേക്ക് നോക്കുമ്പോൾ ഫ്രാൻസിൽ വെല്ലുവിളി കൊടുക്കാൻ പോകുന്നത് സ്പെയിനാണ്. ഇപ്പോൾ ഈ ഫ്രാൻസിൽ ഈ വേൾഡ് കപ്പിൽ നേരിടാൻ പോകുന്ന ഏറ്റവും ടഫസ്റ്റ് ഓപ്പണന്റ് ആയിരിക്കും. ഇപ്പോൾ പൊതുവേ പൊസിഷൻ ഫുട്ബോൾ കളിക്കുന്ന ടീമുമായിട്ട് ഫ്രാൻസ് ഒന്ന് ലോവാന്ന് നമ്മൾ കാണാറുണ്ട്. സ്പെയിൻ ആകുമ്പോൾ പന്ത് വിട്ടുകൊടുക്കാത്ത രീതിയിൽ, അതായത് അവരുടെ പരമ്പരാഗത ടിക്കറ്റാക്ക് അവർ നിലനിർത്തുന്നുണ്ട്, കംപ്ലീറ്റ്ലി ഒന്നും മാറിയിട്ടില്ല. അപ്പോൾ മാത്രമല്ല ലാഫിയോവിന്റെ എല്ലാവരുടെയും കൃത്യമായിട്ട് മനമറിയുന്ന ഒരു കോച്ച് കൂടിയാണ്. അപ്പോൾ ആ ഒരു സ്പെയിനെതിരെ പൊസിഷൻ ഫുട്ബോൾ കളിക്കുന്ന സ്പെയിനെതിരെ ഏത് രീതിയിലായിരിക്കും ഫ്രാൻസിന്റെ തന്ത്രങ്ങൾ?
തീർച്ചയായിട്ടും ഫ്രാൻസിന് അത്ര എളുപ്പമായിരിക്കില്ല ഈ കളി. കാരണം ബോൾ കൊടുക്കാൻ സ്പെയിൻ എന്തായാലും തയ്യാറാവില്ല. പക്ഷേ ഫ്രാൻസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വെർട്ടിക്കൽ അറ്റാക്ക് ചെയ്യാൻ അവർക്കൊരു പ്രത്യേക കപ്പാസിറ്റി ഉണ്ട്. അവർക്ക് ഒരുപാട് പൊസിഷനൊന്നും വേണമെന്നൊന്നുമില്ല. ബോള് എംബാപ്പയ്ക്ക് കൊടുത്താൽ അയാളങ്ങ് ഓടിക്കയറും. ഒപ്പം തന്നെ ഒലീസ ഉണ്ടാവും, മറുഭാഗത്ത് കൂടി ഡിസൈഡുവോ ഡംബലയോ ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ബുദ്ധിമുട്ടാണ്, അതിൽ സംശയമില്ല. എന്നാൽ പോലും ഇപ്പോൾ സ്പെയിനിൻ്റെ ഡിഫൻസ് പൊളിക്കാൻ വേണമെങ്കിൽ ഫ്രാൻസിനെ കൊണ്ട് കഴിയും. നമ്മുടെ യമാൽ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, ആരെങ്കിലും ഫ്രാൻസ് പേടിക്കണമെങ്കിൽ അത് ഞങ്ങളെയാണെന്ന് പറയുന്നത്. അതിന് കോനയുടെ ഒരു മറുപടി ഇന്നലെ വന്നിട്ടുണ്ട്. കോന ഇന്നലെ പത്രക്കാരോട് പറഞ്ഞത്, ഒരു പ്ലെയർ പറഞ്ഞതിന് ഞാൻ വല്ലാതെ പ്രാധാന്യമൊന്നും കൊടുക്കുന്നില്ല, കളി കഴിഞ്ഞതിന് ശേഷം നമുക്ക് കാണാമെന്നാണ്. ആ ഒരു കോൺഫിഡൻസ് ഫ്രാൻസിനുണ്ട്. എന്തായാലും ഇത് തന്നെയായിരിക്കും. എംബാപ്പെ, ഒലീസെ, ഡംബലെ ഡുവോ അല്ലെങ്കിൽ ബർക്കോളോ വരും. അവർ തന്നെ അങ്ങ് കയറി ആക്രമിക്കുക എന്നുള്ള രൂപത്തിൽ തന്നെ ആയിരിക്കും അവരുടെ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഡിഫൻസും വലിയ രീതിയിൽ അങ്ങ് പരീക്ഷപ്പെടില്ല. അതായത് സ്പെയിൻ ഫ്രാൻസ് നോക്കുമ്പോൾ ഈ ലോകകപ്പിൽ ഏറ്റവും കുറഞ്ഞ ഗോൾ വഴങ്ങിയ രണ്ട് ടീമുകളാണ്. ഇപ്പൊ കഴിഞ്ഞ മത്സരത്തിൽ ഗോൾ വഴങ്ങിയിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു ഡിഫൻസിന്റെയും കൂടി രണ്ട് സ്ട്രോങ് ഒരു സംശയം വേണ്ട, നല്ല ഡിഫൻസും ആയിരിക്കും. ഇതിൽ ഈ രണ്ട് വമ്പൻ ടീമുകൾ നമ്മൾ കളിക്കുമ്പോൾ എപ്പോഴും ഏറ്റവും കുറച്ച് മിസ്റ്റേക്ക് വരുത്താനായിരിക്കും അവർ ശ്രമിക്കുക. മിസ്റ്റേക്ക് ആര് കുറച്ച് വരുത്തുന്നോ അവരായിരിക്കും അവിടെ ജയിച്ചു കയറുകയും ചെയ്യുക. അപ്പോൾ എന്തായാലും ഡിഫൻസ് ഇപ്പം നമ്മുടെ ലാപ്പോർട്ടും കുബാർസിയും ചേർന്നുകൊണ്ട് അവിടെയും ശക്താക്കും. മറുഭാഗത്താണെങ്കിൽ ഇപ്പോൾ മക്കാനൊക്കെ വളരെ മികച്ച രൂപത്തിൽ തന്നെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഷൂമനി പരിക്ക് മാറി ഈ സെമി കളിക്കുന്നതാണ് കിട്ടുന്ന വിവരം. അദ്ദേഹം ഡിഫൻസീവ് മിഡായിട്ട് അദ്ദേഹത്തിൻ്റെ റോളും ഭംഗിയാക്കും. അപ്പം നല്ല ഡിഫൻസും നല്ല അറ്റാക്കും. അപ്പോൾ ഈ അറ്റാക്കിൻ്റെ കാര്യത്തിലാണ് സ്പെയിനേക്കാൾ ഒരല്പം ഒരു എഡ്ജ് ഉള്ളത് ഫ്രാൻസിന് ഉള്ളത്. മിഡ്ഫീൽഡിലാണെങ്കിൽ സ്പെയിനാണ് ഒരു എഡ്ജ് ഉള്ളത്. അപ്പോൾ നല്ലൊരു ബാറ്റിലായിരിക്കും. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞു വരുന്ന തന്നെ തുടങ്ങാം. കുബാർസി ഇപ്പോൾ ഏകദേശം യമാലിന്റെ പ്രായം തന്നെ കൂടിയിട്ടേ ഉള്ളൂ. പക്ഷെ അദ്ദേഹത്തിന് വേണ്ടത്ര എക്സ്പോഷർ, അതായത് എന്ത് കാമായിട്ടാണ് ഡിഫൻസ് കൈകാര്യം ചെയ്യുന്നത്, ഒരു വേണ്ടത്ര എക്സ്പോഷർ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടോ കുബാർസിക്ക്? സത്യം പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ബാഴ്സലോണയിൽ കളിക്കുന്ന കുബാർസി അയാൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നുന്നില്ല. എക്സ്പോഷർ കിട്ടിയിട്ടെന്ന് വെച്ചാൽ ഇപ്പം ഇത് നല്ല സമയമാണ്. അയാൾ വേൾഡ് ലെവലിൽ ഈ വേൾഡ് കപ്പിലൊക്കെ ഇങ്ങനെ ഈ ചെറിയ പ്രായത്തിൽ തന്നെ കളിക്കുക എന്ന് പറയുമ്പോൾ അയാളൊരു നല്ല ഭാവിയുള്ളൊരു പ്ലെയറാണ്. അതിനുള്ള കറക്റ്റ് ഒരു എക്സ്പോഷറാണ് ഇപ്പോൾ ഇവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സ്പെയിൻ്റെ ഒരു വിങ്ങിലേക്ക് നോക്കുമ്പോൾ ഇപ്പോൾ കഴിഞ്ഞ യൂറോയിലൊക്കെ അവർക്ക് ഏറ്റവും കൂടുതൽ അവർ കണക്ഷൻ ആയത് നിക്കോ വില്യംസും യമാലും ചേർന്ന്. അപ്പോൾ ഇഞ്ചുറി കൺസേൺ കാരണം നിക്കോയ്ക്ക് പറ്റുന്നില്ല. യമാലും ഫസ്റ്റ് കുറച്ച് മത്സരങ്ങളിലും കളിച്ചിട്ടുണ്ടായിരുന്നു, ഫുള്ളായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു ജോഡിയുടെ ഒരു അഭാവം ശരിക്കും സ്പെയിൻ്റെ അറ്റാക്കിങ്ങിൽ ബാധിക്കുന്നുണ്ടോ? കാരണം സ്പെയിൻ നമുക്ക് മറ്റു ടീമുകളെ പോലെയല്ല, ഒരു പ്രോപ്പർ നമ്പർ 9 ഇല്ലാതെയാണ് സ്പെയിൻ കളിക്കുന്നത്. അതെ അതെ, അതിലിപ്പം ശരിക്കും പറഞ്ഞാൽ നിക്കോ വില്യംസും ലമീൻ യമാലും കൂടി യൂറോ കപ്പിൽ വളരെ ഭംഗിയായിട്ട് കളിച്ചു. ഇത് ഈ ഒരു പരിക്ക് ശരിക്കും പറഞ്ഞാൽ അവരെ ആ അർത്ഥത്തിൽ ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ തുടക്കത്തിലെ കളികളിലൊക്കെ ഒരു ഗോൾ അടിക്കാൻ ബുദ്ധിമുട്ടി. ഇപ്പോൾ കേപ്പ് വെർദെയോടാണ് ഫസ്റ്റ് കളി വന്നത്. പക്ഷെ ഇപ്പോൾ ബെയ്ന നല്ല രൂപത്തിൽ അവിടെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഓയർസബാൾ ഗോളടിക്കാൻ ഒന്ന് സ്റ്റെപ്പ് അപ്പ് ചെയ്യുകയും ചെയ്തു. മൊത്തത്തിൽ നോക്കുമ്പോൾ മെറിനോ എന്ന് പറഞ്ഞാൽ ഇറക്കി വിട്ട ഗോളാണ്. 2 മത്സരത്തിൽ ഇറങ്ങി 5 മിനിറ്റ് അകത്താണ്. അതിപ്പം പോർച്ചുഗലിനെതിരെ ആണെങ്കിലും ഇപ്പോൾ കഴിഞ്ഞ കളിയിലാണെങ്കിലും, കഴിഞ്ഞ കളി അത് റീബൗണ്ട് ആണ്, ഗോൾ കീപ്പർ മിസ്റ്റേക്ക്, എന്നാൽ പോലും ആ പൊസിഷൻ കറക്റ്റ് ആയിട്ട് വന്നിട്ട് ഗോൾ അടിച്ചു. അപ്പം പറഞ്ഞ ആ ഒരു ഡിയോയുടെ വിങ്ങിലൂടെയുള്ള ആക്രമണത്തിൽ ഒരു ചെറിയ കുറവുണ്ട്, എന്നാൽ പോലും അവരത് മേക്കപ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു യാഥാർത്ഥ്യം. സ്പെയിന് എനിക്ക് തോന്നുന്നൊരു സാധനം നിങ്ങളുടെ നിരീക്ഷണത്തിൽ വന്നിട്ടുണ്ടോ അറിയില്ല, ഈ ഒരു എക്സ്ട്രാ ടച്ച് അധികം കൊടുത്ത് ഗോൾ അവസരം നഷ്ടപ്പെടുന്നതായി തോന്നുന്നുണ്ട്. കാരണം ബോക്സിൽ നിന്നാണെങ്കിലും ശരിക്കും ഷൂട്ട് ചെയ്യാൻ അവസരം ഇപ്പോൾ ഒയർസബാലിനായാലും ഒൽമോക്കായാലും ഒക്കെ വരുന്നുണ്ട്. അവരൊന്നും കൂടി ഒന്ന് സെക്കൻഡ് ബോക്സിലേക്കും പാസ് കൊടുക്കാൻ നോക്കിയിട്ട് അവസരം കളയുന്ന പോലത്തെ ഒരു തോന്നല് വരുന്നുണ്ട്. തീർച്ചയായിട്ടും അത് സ്പെയിന് മുമ്പേ അങ്ങനെയല്ലേ, ഇങ്ങനെ പാസ് ചെയ്ത് ഇങ്ങനെ പോകുന്നതാണ്. ഇത് അവസാനം ഗോൾ അടിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ചിലപ്പോഴൊക്കെ മറന്നു പോകുന്ന സ്പെയിനെ പണ്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ശരിയാണ്, ഒരു എക്സ്ട്രാ ടച്ച് എടുത്തിട്ട് ചില ചാൻസുകളൊക്കെ മിസ് ചെയ്യുന്നൊരു ഫീൽ ഉണ്ട്. ഏതായാലും അത് ഈ സെമി ഫൈനലിലേക്ക് വരുമ്പോൾ അത് ഒരു പരിഹരിക്കുന്നു വിചാരിക്കും. കാരണം ഗോളാണല്ലോ അവസാനം ഫ്രാൻസിന്റെ ബോക്സിൽ കിട്ടണമെന്നില്ല, പ്രത്യേകിച്ച് അവരുടെ ഡിഫൻസും എല്ലാം കൂടി ചേരുമ്പോൾ അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതെ അതെ. പിന്നെ നമുക്ക് അടുത്ത സെമിയിലേക്ക് അർജന്റീന വേഴ്സസ് ഇംഗ്ലണ്ടിലേക്ക് വരുമ്പോൾ അർജന്റീനയുടെ ഒരു സാധ്യത, കാരണം അർജന്റീന ഫുൾ ടെൻഷൻ, 2 ആംഗിൾ നമുക്ക് നോക്കുകയാണെങ്കിൽ, ഒന്ന് ഈ വിധം ടെൻഷൻ കൊടുത്തുകൊണ്ട് അർജന്റീന കളിക്കുന്നു ഓരോ മാച്ച്. ഇപ്പോൾ ഗ്രൂപ്പ് റൗണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി ഓരോ മത്സരത്തിലും അത്രത്തോളം ടെൻഷൻ കളിച്ച് 2 മാച്ച് എക്സ്ട്രാ ടൈമിലേക്ക് പോകുന്നു. പക്ഷെ ഇതൊക്കെ ജയിച്ച് കയറുന്നു എന്നുള്ളതിന്റെ ഒരു പോസിറ്റീവ് സാധനം. സാധാരണ നമ്മൾ അർജന്റീനയുടെ കുറച്ച് മുമ്പ് ഖത്തർ വേൾഡ് കപ്പ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ അതിനു മുമ്പുള്ള അർജന്റീന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഡൗൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡൗൺ ആണ്, ടീം ഡൗൺ ആണ്. മെസ്സി തല താഴ്ത്തുന്ന എത്രയോ കോപ്പയിലൊക്കെ തല താഴ്ത്തി നിൽക്കുന്ന ആംഗിളുകൾ, അദ്ദേഹത്തിന്റെ ഒരു പോസിറ്റീവ് ശരീരഭാഷയില്ല. പക്ഷെ 2 അടിച്ചാലും
ഞങ്ങൾക്ക് ഒരു 5 മിനിറ്റ് മതി 3 ഗോൾ അടിക്കും എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്. ആ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ് അർജന്റീനയ്ക്ക് കൊടുക്കുന്നത്? അതെന്ന് പറഞ്ഞാൽ ഈ തവണത്തെ അർജന്റീനയുടെ ഒരു പോസിറ്റീവ് കാര്യം എന്ന് പറഞ്ഞാൽ ഇതാണ്, ഈ അവരെത്ര പുറകു പോയാലും വിട്ടുകൊടുക്കൂല എന്നുള്ളൊരു മെൻറ്റാലിറ്റിയിൽ അവർ കളിക്കുന്നുണ്ട്. അത് തന്നെയാണ് ഇപ്പം ഈ അർജന്റീനൻ ഫുട്ബോൾ നിരീക്ഷകർക്ക് നമ്മളിപ്പോൾ TYC ഒക്കെ നോക്കുമ്പോൾ അവരൊക്കെ വിലയിരുത്തുന്ന ഒരു കാര്യം, ഈ ടീമിനുള്ള ഒരു അഡ്വാൻറ്റേജ് അതാണ്, അവർ അവസാന ഘട്ടത്തിലാണെങ്കിലും തിരിച്ചു പിടിക്കാം എന്നുള്ളൊരു ആവേശത്തിൽ കളിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത് ഇംഗ്ലണ്ടിനെതിരെ അവർ പോരാടും. പിന്നെ കുറേ ചരിത്രപരമായ കാര്യങ്ങളുണ്ടല്ലോ ഇംഗ്ലണ്ടിനെതിരെ കളിക്കുമ്പോൾ, അതൊരു എക്സ്ട്രാ മോട്ടിവേഷൻ കൊടുക്കും. അതാണ് അത് നേരത്തെ മെസ്സി അരങ്ങേറ്റം കളിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത കളി അർജന്റീനക്ക് ഇംഗ്ലണ്ടുമായിട്ടായിരുന്നു. പക്ഷെ തുടക്കത്തിൽ അന്ന് മെസ്സിക്ക് റെഡ് കാർഡ് കിട്ടിയത് കൊണ്ട് അന്ന് അദ്ദേഹത്തിന് സ്റ്റാൻഡിലിരുന്ന് കളി കാണേണ്ടി വന്നു. പിന്നെ ഒരു 10-20 കൊല്ലക്കാലമായിട്ട് അവർക്കതിനെ കളിച്ചിട്ടേ ഇല്ല. അപ്പോൾ ഈ 39-ാം വയസ്സിലാണ് അത് കളിക്കാൻ പോകുന്നത്. ഇപ്പം മെസ്സി ഉറക്കിക്കെടുത്തുന്നതാണ് ജോക്കോൾ ഇന്നലെ. ജോക്കോൾ ഒരു എക്സ്പെർട്ട് എന്നുള്ള നിലക്ക് പറഞ്ഞാണ്, വെറുതെ ഒരു പ്രയോഗം മാത്രമേ ഉള്ളൂ. പക്ഷെ അങ്ങനെയാണ് ഇംഗ്ലീഷുകാർ വിചാരിക്കുന്നത്. പക്ഷെ അത് ഒരു 5 മിനിറ്റ് ആൾ ഉണർന്നാലും അവർക്ക് പണി കിട്ടും. അതായത് ഈ ഇംഗ്ലണ്ടുകാർക്കും തന്നെ ഇപ്പോ മെസ്സിയുടെ പൂർവികൻ അതായത് ഡേഗോ മറഡോണ അവരെ ഒന്നാം നാണം കെടുത്തിട്ടുണ്ടായിരുന്നു 86 ദൈവത്തിന്റെ കൈകോളും ചെകുത്താന്റെ ഗോളും അടിച്ച ഒരു ഇവന്റ് അവിടെ വരുന്നുണ്ട്. അതിനുശേഷം പിന്നീട് ഒരു വേൾഡ് കപ്പ് പോലെ ഒരു വലിയ ഇവന്റില് മെസ്സിയാണ് അതിന് വരുന്നത്. മെസ്സിയും ആ ഫാൾക്കൻ പഴയ വിവാദത്തിലേക്ക് തിരിച്ചടിക്കാൻ ഇംഗ്ലണ്ടിനെ തിരിച്ചടിക്കുക, അതോ ഇംഗ്ലണ്ട് മറഡോണയ്ക്ക് പകരം കൊടുക്കാനുള്ള കണക്ക് മെസ്സിക്ക് കൊടുക്കുക എന്നൊക്കെയുള്ളൊരു ചോദ്യം ചർച്ചകളൊക്കെ കൊണ്ടുവരികൊണ്ടിരിക്കുകയാണ്. അല്ല, അതിന് ശേഷം ഇപ്പോൾ നമ്മൾ 98 നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും, 98 അർജന്റീനയും ഇംഗ്ലണ്ടും തമ്മിൽ ഏറ്റുമുട്ടി. അന്നത്തെ നമ്മളെ സിമിയോണി ബെക്കാം ഇഷ്യൂ, ബെക്കാമിന് റെഡ് കാർഡ് സിമിയോണി വാങ്ങിക്കൊടുക്കാം. കാരണം നിലത്ത് കിടന്ന് ബെക്കാം ഒന്ന് കാലിങ്ങനെ പൊക്കിയിട്ടുള്ളൂ, അപ്പോഴേക്കും സിമിയോണി അത് കാലിന് കൊണ്ടുവന്നും പറഞ്ഞ് ഉരുണ്ട് മറിഞ്ഞ് റെഡ് കാർഡ് വാങ്ങിക്കൊടുത്തതാണ്. അന്ന് പിന്നെ ഷൂട്ടൗട്ടിൽ അർജന്റീന ജയിച്ചു. ആ വാശി പിന്നെ ബെക്കാം തീർത്തത് 2002 വേൾഡ് കപ്പിന്റെ ഗ്രൂപ്പ് സ്റ്റേജിലാണ്. ബെക്കാമിന് പരിക്കാണ്, വേൾഡ് കപ്പ് കളിക്കുമല്ലേ എന്നൊക്കെ സംശയം ഉണ്ടായിരുന്നു. ആ കളിക്ക് അദ്ദേഹം ഫിറ്റായി വരികയും അന്നൊരു പെനാൽറ്റി ആ പെനാൽറ്റി അടിച്ചതൊക്കെ ആ ഒരു മുഖഭാവമൊക്കെ കാണണം. അത്രയും പവർഫുള്ളി സെൻട്രലിലേക്ക് അങ്ങ് അടിച്ചങ്ങ് കയറ്റിയിട്ട് നമ്മുടെ ബാറ്റിസ്റ്റൂട്ട, ക്രെസ്പോ ഒക്കെ ഉള്ള അർജന്റീന ഗ്രൂപ്പ് സ്റ്റേജിൽ ഔട്ടായി. അപ്പോൾ ഇത് എപ്പോൾ ഏറ്റുമുട്ടിയാലും ഇതൊരു ഭയങ്കര വാശിയാണ്. അപ്പോൾ അന്ന് ഡീഗോ മറഡോണ ചെയ്തത് ഇന്ന് മെസ്സി ചെയ്യുമോ ചോദിച്ചാൽ, മെസ്സി അന്നത്തെ മറഡോണയുടെ പ്രായം കൂടിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ഒരു 19-കാരനോ 23-കാരനോ ഒക്കെ കളിക്കുന്ന പോലെ കളിക്കുന്നത് ഡിലാഫിയുണ്ടിയാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞ മെസ്സിയെ കുറിച്ച്. അപ്പോൾ എന്തും സംഭവിക്കാം. മെസ്സിയെ സംബന്ധിച്ചിടത്തോളം ഇംഗ്ലീഷുകാർക്കെതിരെ അദ്ദേഹം ഒരു അഴിഞ്ഞാട്ടം നടത്താനുള്ള സാധ്യതയുണ്ട്. ഇപ്പോ ഇംഗ്ലണ്ടിലേക്ക് നോക്കുമ്പോഴേ ഇപ്പോ ഹാരി കെയ്നിലായിരുന്നല്ലോ എല്ലാവരും പ്രതീക്ഷ. ക്രൊയേഷ്യക്കെതിരായ മത്സരത്തിൽ അദ്ദേഹം അത് പ്രൂവ് ചെയ്യുകയും ചെയ്തു. പിന്നീട് ആ ടീമിന്റെ എല്ലാ ബാധ്യതയും ജൂഡ് ബെല്ലിംഗ്ഹാമിന്റെ ചുമതലയായി. ബെല്ലിംഗ്ഹാമിനെ അമിതമായിട്ട് ആശ്രയിക്കുന്നുണ്ടോ ഇംഗ്ലണ്ട്? അത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ സംഭവിക്കുന്നത് വെച്ചാൽ ഹാരി കെയ്നെ ഡിഫൻഡർമാർ പൂട്ടാൻ വേണ്ടി ശ്രമിക്കും. അപ്പോൾ സ്പേസ് അവിടെ ഓപ്പൺ ആവുന്നു. അപ്പം ബെല്ലിംഗ്ഹാം അതിലേക്ക് കടന്നു വരുന്നു. ബെല്ലിംഗ്ഹാം സത്യം പറഞ്ഞാൽ ഒരു കൃത്യമായ, ഇപ്പം നമ്മുടെ ഹാരി കെയ്ൻ ഒരു ഫോക്കൽ പോയിന്റാണ് ഒരു അറ്റാക്കിൻ്റെ. ബെല്ലിംഗ്ഹാം അങ്ങനെയല്ല. ബെല്ലിംഗ്ഹാമിന് എന്തും ചെയ്യാം. അദ്ദേഹം കടന്നു വരുന്നു, കിട്ടുന്ന അവസരങ്ങൾ ഗോളാക്കി മാറ്റുന്നു. അതാണ് സംഭവിക്കുന്നത്. ഇപ്പോൾ ആന്റണി ഗോർഡൻ ഒരു ഭാഗത്ത്, മറുഭാഗത്ത് സാക്ക, ഈ ഒരു 3-4 പേര് ചേർന്നിട്ടാണ് അവരുടെ ഒരു അറ്റാക്കിങ്ങിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അർജന്റീനയ്ക്ക് അവരെ തടയാൻ പറ്റുമെന്നുള്ളതാണ് ഇതിലെ ഈ കളിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ബെല്ലിംഗ്ഹാമാണ് ഇപ്പോൾ തീർച്ചയായിട്ടും ഇംഗ്ലണ്ടിനെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിനൊക്കെ വഴിയൊരുക്കുന്നത് ബാക്കി 3 പേരും കൂടി ചേർന്നിട്ടാണെന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഡീപോളും മക്കും കൂടി അങ്ങ് പൂട്ടിക്കഴിഞ്ഞ് ബെല്ലിംഗ്ഹാമിനെ അങ്ങ് പൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡീപോൾ ഇപ്പോൾ ഒരല്പം മങ്ങി പോയിട്ടില്ലേ? ഈ വേൾഡ് കപ്പിലുടനീളം ഡീപോൾ ഒരല്പം മങ്ങിയിട്ടുണ്ട്. മെക്കലിസ്റ്റർ ഇപ്പം നമ്മുടെ പരേഡസിനെ ഈ ഡിഫൻസീവ് മിഡാക്കി ഇറക്കാൻ തുടങ്ങിയോടുകൂടി കുറച്ചുകൂടി അറ്റാക്കിംഗ് ഫ്രണ്ടിലേക്കാണ് വരുന്നത്. എൻസോ ആണെങ്കിൽ കഴിഞ്ഞ കളിയിൽ മോശമായിരുന്നു, അതിൻ്റെ മുമ്പത്തെ കളി നന്നായി കളിച്ചിട്ടുണ്ട്. അപ്പോൾ അർജന്റീനയുടെ മിഡ്ഫീൽഡിന് ഒരു ചെറിയ ഇഷ്യൂ ഉണ്ട്. എത്രത്തോളം ബെല്ലിംഗ്ഹാമിനെ പൂട്ടാൻ പറ്റും എന്നുള്ളതാണ് ചോദ്യം. പൂട്ടിക്കഴിഞ്ഞാൽ ഇംഗ്ലണ്ടിന്റെ അറ്റാക്കിംഗ് ത്രെട്ട് ഒന്ന് കുറയും. അത് മതി. അത് അപ്പുറത്തേക്ക് പന്ത് കൊടുക്കാൻ കഴിഞ്ഞാൽ എന്തും സംഭവിക്കാന്നുള്ളതാണ്. അതുപോലെ അർജന്റീനയ്ക്ക് തന്നെ വരുന്നത് ഈ അർജന്റീന എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ ഒരു വലിയ രീതിയിലുള്ള വിവാദങ്ങള്, വാറ്, ഫിഫയുമായി ബന്ധപ്പെട്ട സാധനം, ഈ മറ്റേ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വരുന്നുണ്ടാവും കമന്റുകളൊക്കെ ഒരുപാട് ഉണ്ടാവില്ല. അപ്പോൾ പൈസ കൊടുത്തു എന്നുള്ളത് എന്താണ് അത്ര വിവാദങ്ങളൊക്കെ പറയാനുള്ളത്? അല്ല, അതിപ്പം വേൾഡ് കപ്പിലൊക്കെ അങ്ങനെ ക്യാഷ് കൊടുത്ത് മറിക്കാൻ പറ്റുന്ന ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ട്? നമ്മുടെ നാട്ടിലെ ആളുകളുടെ ഒരു ആവേശത്തിന്റെ കൂടെ അങ്ങ് പറഞ്ഞു പോകുന്നതെന്നുള്ളൂ. ഇപ്പൊ കൊളീന കഴിഞ്ഞ ദിവസം, പിയർലുഗി കൊളീന, അദ്ദേഹമാണ് റഫറിങ് ചീഫ്. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഈവൻ ഇൻഫാന്റിനൊക്കെ പോലും ഫിഫയുടെ റഫറിമാരെ സ്വാധീനിക്കാൻ പറ്റൂല എന്നാണ്. അപ്പം ചില 50-50 ഗോളുകളൊക്കെ ഇങ്ങോട്ടൊക്കെ വരാം
എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് ഇപ്പോൾ ഡെലിബറേറ്റ് ആയിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല എന്നല്ലാതെ, പ്രത്യേകിച്ച് ഇത്രയും വാറും ക്യാമറയും ലോകം മുഴുവനൊക്കെ ഉറ്റുനോക്കുന്ന സമയത്ത് അത് ചെയ്യുമെന്ന് വിശ്വസിക്കാൻ പറ്റൂലല്ലോ. പിന്നെ ഫാൻസിന്റെ ഒരു ആവേശത്തിൽ എന്തും പറയാമെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഇനി മെസ്സിയും അർജന്റീനയും പറഞ്ഞാൽ നമുക്ക് നേരെ പോർച്ചുഗലിലേക്ക് ഒന്ന് വരണം തോന്നുന്നു. അതിൽ ഒരു കണക്ഷൻ പറയാനുള്ളത്, ഒരു ഭാഗത്ത് ഇപ്പോ മെസ്സിക്ക് വേണ്ടിയിട്ട് എല്ലാ ബോളുകളും, അതായത് ഓപ്പൺ ബോൾ കിട്ടിയാൽ പോലും മെസ്സിക്ക് പാസ് കൊടുത്തേക്കാന്ന് കളിക്കുന്ന ഒരു ഭാഗം, മറുവശത്ത് ക്ലിയർ അത്ര ടഫായ ഏരിയ ആണെങ്കിൽ പോലും അത് വേണ്ട, ഞാൻ ട്രൈ ചെയ്യുന്നു, ക്രിസ്ത്യാനോയ്ക്ക് പാസ് വേണ്ട, അത് ക്രിസ്ത്യാനോ ശരിക്കും ഒറ്റപ്പെടുത്തുന്നതായിട്ടൊരു തോന്നൽ വരുന്നുണ്ടോ ഇത്രയും നാള് മാച്ച് വായിച്ചിട്ടുള്ള? അങ്ങനെ കുറെ ഫാൻസിന് അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ട്. പക്ഷെ ഇതില് ഒന്ന്, ക്രിസ്ത്യാനോയുടെ മൂവ്മെന്റ്സ് ഇപ്പോൾ റെസ്ട്രിക്റ്റഡ് ആയിട്ടുണ്ട്. ആൾക്ക് പ്രായം 40-41 സൗദി പ്രോ ലീഗ് കളിക്കുന്ന പോലെയല്ല വേൾഡ് കപ്പ് കളിക്കുമ്പോൾ. അപ്പം ക്രിസ്ത്യാനോ എപ്പോഴും 1-2 ഡിഫൻഡേഴ്സ് മാർക്ക് ചെയ്ത് നിൽക്കുന്നതാണ്. അപ്പോൾ കിട്ടുന്ന ബോളുകൾ അദ്ദേഹത്തിൽ കൊടുക്കാൻ താരങ്ങളൊന്നും പഠിക്കുന്നത് അതുകൊണ്ടുകൂടിയായിരിക്കണം. പിന്നെ നമ്മൾ ഈ പറയുന്ന പോലെ പോർച്ചുഗലിൻ്റെ മിഡ്ഫീൽഡ് ലോകോത്തര മിഡ്ഫീൽഡാണെന്നൊക്കെ പറഞ്ഞാലും അവർ പ്രത്യേകിച്ചൊന്നും വേൾഡ് കപ്പ് ചെയ്യാൻ നമ്മൾ കണ്ടില്ല. ബ്രൂണോ ആണെങ്കിലും വിറ്റിഞ്ഞ ആണെങ്കിലും ഒന്നും ആ നിലവാരത്തിൽ കളിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ടുകൂടി ആകണം ക്രിസ്ത്യാനോയ്ക്കുള്ള ബോൾ സപ്ലൈ കുറഞ്ഞു. പിന്നെ ക്രിസ്ത്യാനോ ഒറ്റപ്പെടുത്തു. ആരെങ്കിലും ഇപ്പോൾ വേൾഡ് കപ്പ് കളിച്ചിട്ട് അയാൾ ഒറ്റപ്പെടുത്തിയിട്ട് ഞങ്ങൾ തോറ്റാലും വേണ്ടില്ല അയാൾ ഒറ്റപ്പെടുത്തുമെന്ന് വിചാരിക്കില്ലല്ലോ. അപ്പോൾ ഞാൻ അയാളെ എന്നുള്ളത് അങ്ങനെ പറഞ്ഞുള്ളൂ, അദ്ദേഹത്തെ ഒരു ബഹുമാനക്കുറവ് കൊണ്ട് പറഞ്ഞല്ല. അപ്പോൾ അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തണമെന്നൊന്നും, അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തുക ഞങ്ങൾ പുറത്തായാലും കുഴപ്പമില്ല എന്ന് പോർച്ചുഗലുകാർ വിശ്വസിക്കുന്ന ആരെങ്കിലും അങ്ങനെ കരുതും. നമ്മുടെ ഫാൻസ് അങ്ങനെ പറയുന്നു മാത്രമേ ഉള്ളൂ, അതിലും കാര്യമില്ല. അതില് കോച്ചിന്റെ തീരുമാനങ്ങൾ, ഇപ്പം റോബർട്ടോ മാർട്ടിനസിന് കുറെ കൂടിയൊക്കെ ഒരു ധൈര്യമുള്ള കോള് എടുക്കണമായിരുന്നു അല്ലേ? കാരണം തീർച്ചയായിട്ടും ഒന്ന് ക്രിസ്ത്യാനോ അദ്ദേഹം മനസ്സിലാക്കണം, ഇല്ല ഞാൻ ഒരു ഫുൾ ടൈം കളിക്കാനുള്ള ഒരു ഇതല്ല. അപ്പോ കൃത്യമായിട്ട് ഇപ്പോ ഗോൺസാലോ റാമോസ് അടക്കമുള്ള താരങ്ങൾ അവിടെ പകരം വരാനുണ്ട്. ക്രിസ്ത്യാനോയെ വലിക്കാനുള്ള ധൈര്യം മാർട്ടിനസും കാണിക്കുന്നില്ല. അതൊരു കോച്ചിന്റെ ഒരു ഇടപെടൽ, പ്രത്യേകിച്ച് ബെൽജിയത്തിന്റെ സുവർണ്ണ തലമുറയെ. അതാണ് ഇതില് സത്യം പറഞ്ഞാല് കോച്ച് ആ ഒരു കൺവെൻഷണൽ രീതിയിൽ മാത്രം പോകുന്ന ഒരാൾ, ഒരു മാറ്റം എടുക്കാൻ അല്ലെങ്കിൽ ഒരു റിസ്കി കോൾ എടുക്കാൻ ആൾ തയ്യാറായില്ല എന്നുള്ളതാണ്. ഒരു 60 മിനിറ്റിലൊക്കെ ക്രിസ്ത്യാനോയെ പിൻവലിക്കണമായിരുന്നു. ഇപ്പോൾ ഈ പുറത്തായ കളിയിൽ ഗോൺസാലോ റാമോസിനെ ഇറക്കിയതേ ഇല്ല. അതിൻ്റെ മുമ്പത്തെ കളിയിൽ ഗോളടിച്ച് വിജയിപ്പിച്ച ആളാണ്. അപ്പോൾ ക്രിസ്ത്യാനോയെ വിഷമിപ്പിക്കാൻ കോച്ച് തയ്യാറായില്ല എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. ക്രിസ്ത്യാനോയുടെ അതിൻ്റെ മുമ്പത്തെ കളിയിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഗോള് ഡിസലവ് ചെയ്ത് അദ്ദേഹത്തെ പിന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തൊരു കളിയുണ്ട്. അവസാനം ഒരു 10 മിനിറ്റ് ഉള്ളപ്പോഴാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. അന്ന് മാധ്യമങ്ങൾ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഗോൾ ഡിസലവ് ചെയ്തപ്പോഴാണോ അതല്ല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോഴാണോ നിരാശനായിരുന്നു? അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി, ഞാൻ ശരിക്കും നിരാശനാവുന്നു, ഞാൻ സ്റ്റാർട്ടിംഗ് ലൈനപ്പിൽ ഇല്ലാത്തപ്പോഴാണ്. അപ്പോൾ അതാണ് മെൻറ്റാലിറ്റി. ആള് ഗ്രൗണ്ടിൽ നിന്ന് വലിച്ചാൽ ആൾക്ക് സങ്കടമാവും. അപ്പോൾ ക്രിസ്ത്യാനോയെ നിലനിർത്തി കോച്ച് അങ്ങനെ പോയത് ശരിക്കും പറഞ്ഞ ഒരു തിരിച്ചടിയാണ്. കാരണം 41കാരനായിട്ടുള്ള ഒരു സ്ട്രൈക്കറെ വെച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകുന്നൊരു പരിധിയുണ്ട്. ഒന്നുകിൽ ക്രിസ്ത്യാനോയെ സൂപ്പർ സബ്ബാക്കി ഇറക്കായിരുന്നു, അല്ലെങ്കിൽ ഒരു 60 മിനിറ്റിന് ശേഷം പിൻവലിക്കണമായിരുന്നു. കോച്ചും ഒരു കാരണമാണ് ഈ പുറത്താവലിന് എന്നുള്ളതാണ്. ശരി. പിന്നെ ഇപ്പോൾ നിങ്ങളെ ഫേവറേറ്റ് ടീം ബ്രസീലിലേക്ക് വരികയാണെങ്കിൽ, ഇപ്പോൾ ആഞ്ചലോട്ടി ഒന്നും വലിയ പ്രതീക്ഷയിലായിരുന്നു. കാരണം വേൾഡ് കപ്പിന് തൊട്ട് മുമ്പ് എനിക്ക് തോന്നുന്നു ബ്രസീലുകാർക്ക് അത്ര വലിയൊരു പ്രതീക്ഷ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഓരോ മാച്ച് കഴിയും തോറും അവര് ഇമ്പ്രൂവ് ആയി. ജപ്പാനെതിരായ മാച്ച് കണ്ടപ്പോ ആഞ്ചലോട്ടി ഒരു ടാക്ടിക്സ് ആ ഒരു സാധനം വരും, പ്രത്യേകിച്ച് നോക്കൌട്ടിലേക്ക് ആണല്ലോ നമുക്കറിയാം. അപ്പോ പക്ഷെ നോർവേക്കെതിരെ ആകെ പഴിച്ചു. അതിൽ ആഞ്ചലോട്ടിയെ തന്നെയാണ് എല്ലാവരും പഴിക്കുകയും ചെയ്യുന്നത്. ബ്രസീലിന് എന്താ പറ്റിയത്? സത്യം പറയാൻ എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല നോർവേയോട് എങ്ങനെ ബ്രസീൽ തോറ്റു എന്നുള്ളത്. കാരണം ആദ്യ പകുതിയിലൊക്കെ നല്ല അവസരങ്ങൾ ഉണ്ടായിരുന്നു, ഗോളാക്കാൻ കഴിയാതെ പോകുന്നു. നോർവേ ബ്രസീലിനേക്കാൾ കൂടുതൽ പൊസഷൻ കൈവശം വെച്ച് കളിക്കുന്നു. സത്യം പറഞ്ഞാൽ നോർവേ ബ്രസീലിനെ ഞെട്ടിച്ച് കളഞ്ഞതാണ് അവിടെ സംഭവിച്ചത്. വിനി ജൂനിയർ കളിക്ക് ശേഷം പറയുന്നുണ്ട്, ഇത് നിങ്ങളുടെ ടാക്ടിക്സ് ആയിരുന്നു, അവർക്ക് ബോൾ കൊടുത്തിട്ട് കൗണ്ടറിലൂടെ ഒക്കെ അറ്റാക്ക് ചെയ്യാനുള്ള ഒരു ടാക്ടിക്സ് ആയിരുന്നോ ബ്രസീലിനെ ചോദിക്കുമ്പോൾ അല്ല, അവർ ഞങ്ങളെ ഞെട്ടിച്ചതാണ്. അവർ ആ ബോളും കൈവശം വെച്ച് അവർ അറ്റാക്ക് ചെയ്ത് വന്നപ്പോൾ ഞങ്ങളുടെ പ്ലാനൊക്കെ പാളിയതാണെന്ന് പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് ഹാഫിൻ്റെ ഹൈഡ്രേഷൻ ബ്രേക്ക് കഴിഞ്ഞപ്പോഴേ ഇത് പറ്റൂല എന്ന് ആഞ്ചലോട്ടി താരങ്ങൾക്കൊരു ഇത് കൊടുക്കണമായിരുന്നു. സെക്കൻഡ് ഹാഫിലെങ്കിലും വേണമായിരുന്നു. ഒന്നും സംഭവിച്ചില്ല. അത് ആഞ്ചലോട്ടിക്ക് എവിടെയൊക്കെയോ പാളിപ്പോയി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ ഹാലൻഡ് നമുക്കറിയാലോ, ഒരവസരം കിട്ടിയ അർദ്ധാവസരം കിട്ടിയ ആൾ ഗോളാക്കി മാറ്റും എന്നുള്ളതാണ്. ഹാലൻഡൊക്കെ ഇപ്പോൾ ഭയങ്കര ഹീറോ ആണ്. എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കളി ഫോളോ ചെയ്യുന്നവർക്ക് നേരത്തെ തന്നെ ഹാലൻഡ് ആരാന്ന് അറിയാം. പക്ഷേ സാധാരണ കടകളിൽ ഇപ്പോൾ ഞാൻ ഇന്നലെ സാധനം വാങ്ങാൻ പോകുമ്പോഴും ഒരാൾ പറയുന്നത്, നമ്മുടെ ആ വെള്ളമുടിക്കാരൻ പുറത്തായി കേട്ടോ. വെള്ളമുടിക്കാരനാരാ? ഹാലൻഡാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലെ സാധാരണക്കാർക്ക് വരെ ഹാലൻഡ് അത്രയും ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. അതെ, എത്ര മണിക്കൂർ ഉറങ്ങും, ഭക്ഷണം ഇതാണ് എന്നൊക്കെ പറഞ്ഞ് ഹാലൻഡ് അതിൻ്റെ ഒരു കാരണം കൂടി ഉണ്ടോ. സാധാരണ ഈ ക്ലബ് ഫുട്ബോളിൽ നന്നായി കളിക്കുന്ന ഒരു വലിയ ഹൈപ്പിൽ വേൾഡ് കപ്പിൽ വന്നിട്ട് ചിലപ്പോഴൊക്കെ ഫ്ലോപ്പായി പോകാറുണ്ട്. ഹാലൻഡ് പക്ഷേ ആ ഹൈപ്പിനനുസരിച്ച് വേൾഡ് കപ്പിൽ കളിച്ചു എന്നുള്ളതാണ്. മാത്രമല്ല നോർവേ പോലെ ഒരു ബ്രസീലിയൻ താരം അല്ലെങ്കിൽ ഒരു അർജന്റീന താരം നൽകുന്ന പോലെയല്ലോ
നോർവേ പോലെ ഒരു ടീം വന്നിട്ട് ഈ വിധം ക്വാർട്ടർ വരെ ഗംഭീരമായി കളിക്കുക എന്ന് പറയുന്നത് നല്ല രീതിയിൽ തന്നെ ആ രാജ്യത്തിന് വലിയ രീതിയിലൊരു പ്രതീക്ഷ നൽകണം. അപ്പൊ ഇനിയിപ്പോ അടുത്ത വേൾഡ് കപ്പിൽ ഒരിക്കലും നമ്മൾ കറുത്തുകുതിരകൾ എന്ന് പറയില്ല, അവര് ടോപ്പ് ടീമായിട്ട് തന്നെ ഇപ്പൊ കഴിഞ്ഞ മൊറോക്കോ വന്നൊക്കെ പോലെ. അപ്പൊ തന്നെ ഈ വേൾഡ് കപ്പിൽ ആഫ്രിക്കൻ ടീമുകൾ തുടക്കത്തിൽ വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടെങ്കിൽ പോലും പിന്നീട് ഒരു നിലനിർത്താൻ വേണ്ടി കഴിഞ്ഞില്ല. എവിടെയാണ് അവർക്ക് ക്രൂഷ്യൽ മാച്ചിലേക്ക് എത്തുമ്പോഴുള്ള പതിവ് പ്രശ്നം തന്നെ ആയിരിക്കും. അത് ക്വാർട്ടർ ഫൈനലിലേക്ക് ആകെ വന്നത് മൊറോക്കോ മാത്രമാണ്. ബാക്കി ആഫ്രിക്കൻ ടീമുകളൊന്നും വന്നില്ല. ആഫ്രിക്കൻ ടീമുകളിൽ എപ്പോഴുള്ള പ്രശ്നം ഇതാണ്, അവർ കൺസിസ്റ്റൻസി അവർ നിലനിർത്താറില്ല. ചില കളികളിൽ അവർ വളരെ ഭംഗിയായിട്ട് കളിച്ച് നമ്മൾ ഞെട്ടിക്കും, തൊട്ടടുത്ത കളിയിൽ അവർക്ക് അത് നിലനിർത്താൻ പറ്റാറില്ല. ഈജിപ്തിന്റെ കാര്യം, ഈജിപ്ത് ശരിക്കും നമ്മളെ ഞെട്ടിച്ചു വിട്ടാ. ഈ അർജന്റീനക്കെതിരെയുള്ള കളിയിൽ ഞെട്ടിച്ചിട്ടുണ്ട്. പക്ഷെ ആ കളി മുഴുവൻ അവർക്ക് അതേപോലെ കളിക്കാൻ പറ്റിയില്ല. അവസാനത്തെ ഒരു 10-11 മിനിറ്റ് അവരുടെ കയ്യിൽ നിന്ന് കളി പോവുകയും, വിവാദങ്ങൾ വേറെ ഉണ്ട് എന്നുള്ളത് ശരിയാണ്, എന്നാൽ പോലും അവർക്കത് പിടിച്ചു വെക്കാൻ പറ്റിയില്ല. അപ്പോൾ അത് സ്ഥിരമായിട്ട് ആഫ്രിക്കൻ ഫുട്ബോളിൽ ഒരു പ്രശ്നമാണ്, കൺസിസ്റ്റൻസി നിലനിർത്താൻ പറ്റാറില്ല എന്നുള്ളത്. അത് ഇത്തവണയും സംഭവിച്ചു എന്നുള്ളതാണ്. അപ്പോൾ തന്നെ ഇപ്പോൾ നമ്മൾ ഓരോ ടീമുകളെ പറയുമ്പോൾ ഇപ്പോൾ അവസാനം വേൾഡ് കപ്പ് കഴിഞ്ഞു പോകുന്ന താരങ്ങളൊക്കെ നമ്മൾ പറയുന്നുണ്ട്. ഇപ്പോൾ ക്രിസ്ത്യാനോ അല്ലെങ്കിൽ നെയ്മർ അല്ലെങ്കിൽ ഒരുപക്ഷെ മെസ്സി വരെയൊക്കെ പറയും. ഒരു ടീം മൊത്തത്തിൽ ഒരു വലിയൊരു തലമുറ ഇറങ്ങിപ്പോവാണ് ബെൽജിയത്തിന്റെ. ഇപ്പോൾ ലുക്കാക്കോ ആയിക്കോട്ടെ, ഡിബ്രോയിൻ ആയിക്കോട്ടെ, ആക്സൽ വിറ്റ്സൽ ആയിക്കോട്ടെ, അങ്ങനെ ഒരുപാട് പ്ലേയേഴ്സ് പോവാണ്. ആ ഒരു ടീമിനി ഏത് രീതിയിലായിരിക്കും ഇനി ഷേപ്പ് ചെയ്ത് വരുന്നതെന്ന് നോക്കിയിട്ടുണ്ടോ? ശരിക്കും പറഞ്ഞാലേ ഇത് നിങ്ങൾ നേരത്തെ പറഞ്ഞില്ലേ, നമ്മുടെ കോച്ച്, പോർച്ചുഗലിന്റെ കോച്ചായിരുന്ന ആയിരുന്നല്ലോ അവരുടെ കോച്ച് റോബർട്ടോ മാർട്ടിനസ്. അദ്ദേഹം അല്ലായിരുന്നെങ്കിൽ ഒരു 2018-ലോ 2022-ലോ ഒക്കെ അവർക്ക് മറ്റെന്തെങ്കിലും സാധ്യതകൾ ഉണ്ടായിരുന്നു, കപ്പടിക്കാനുള്ള സാധ്യത വരെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്ത് ടീമാണ്. അതെ, ഹസാർഡൊക്കെ വരുന്ന 2018-ലൊക്കെ ബ്രസീലിനൊക്കെ ഒരു ക്വാർട്ടർ ഫൈനലൊക്കെ പുറത്താക്കിയ കളി ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. പക്ഷേ അവർക്ക് പിന്നീട് മുന്നോട്ട് പോകാൻ പറ്റിയില്ല. അന്ന് അവർ സെമിയിലാണ് വീഴുന്നതെന്നാണ്. ശരിക്കും പറഞ്ഞാൽ ഇനിയിപ്പോൾ ഒരു ട്രാൻസിഷനാണ്, എന്ത് സംഭവിക്കുന്നു കണ്ടു. ഡോക്കുവിനെ പോലെയുള്ള താരങ്ങളുണ്ട്, അവരെ വെച്ച് ഇനി വീണ്ടും ബിൽഡ് ചെയ്ത് വരണം. പക്ഷേ നേടാമായിരുന്നു. ഇപ്പം നമുക്കിങ്ങനെ നോക്കുമ്പോൾ ഒരു അത്ഭുതമാണ്, ഒന്നും നേടിയിട്ടില്ലല്ലോ, ഒന്നും ഇന്റർനാഷണലി അവർ നേടിയിട്ടില്ല ആകെ പറയാനുള്ളൂ. യൂറോ ഒന്നുമില്ല, നേഷൻസ് ലീഗോ ഒന്നുമില്ലാതെ അതൊരു അത്ഭുതമാണ്. സത്യം പറഞ്ഞാൽ ഈ കോച്ചുമാർ താരങ്ങളെ എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതൊരു വിഷയമാണ്. ഇപ്പം സ്കലോനി ഒരു ഗംഭീര കോച്ചായിട്ട് വന്ന ആളല്ല. അതിൻ്റെ മുമ്പ് അദ്ദേഹം ഒരു ടീമിനെയും അങ്ങനെ സീനിയർ ലെവലിൽ പരിശീലിപ്പിച്ചിട്ടില്ല. പക്ഷേ ആള് മാനേജ്മെൻ്റ് ആണ് ഇമ്പോർട്ടൻറ്റ്. അതുപോലെ നല്ല രൂപത്തിൽ മാനേജ്മെൻറ്റ് നടത്താൻ റോബർട്ടോ മാർട്ടിനസിനൊക്കെ കഴിഞ്ഞിരുന്നെങ്കിൽ എപ്പോഴും ഈ ബെൽജിയം എന്തെങ്കിലുമൊക്കെ നേടിപ്പോയേനെ. ഇപ്പോൾ ഈ വേൾഡ് കപ്പിൽ നന്നായി കളിച്ച, അതായത് ഒരു ക്വാളിറ്റി ഫുട്ബോൾ കളിച്ച് കുറച്ച് നല്ല ടീമുണ്ട്. ഇപ്പോൾ സ്വിറ്റ്സർലൻഡ് ആയിക്കോട്ടെ, കൊളംബിയ, മെക്സിക്കോ ഒക്കെ നല്ല രീതിയിൽ ഗംഭീരമായ ഫുട്ബോളാണ് കളിച്ചത്. അവരുടെ ഒരു വിലയിരുത്തലേക്ക് എങ്ങനെയാണ്? തീർച്ചയായിട്ടും ഈ വേൾഡ് കപ്പിൽ ഏറ്റവും നന്നായിട്ട് കളിച്ച ടീമുകളിലൊന്നും മെക്സിക്കോ ആണ്. ഇംഗ്ലണ്ടിനെതിരെയൊക്കെ ഒരു പുറത്തായ കളിയിൽ കളിച്ച രീതിയൊക്കെ ശരിക്കും നമ്മളെ ഞെട്ടിച്ചതാണ്. കിനോനസോ, ഇനിയിപ്പോൾ ഗിൽബർട്ടോ മോറോയൊക്കെ വമ്പൻ ക്ലബ്ബുകളിലേക്ക് കയറി വരുന്നുള്ള ഒരു ഉറപ്പാണ്. നേരത്തെ തന്നെ അദ്ദേഹത്തെ ഒരു വണ്ടർ കിട്ടുന്ന രൂപത്തിൽ എല്ലാവരും കാണുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും മെക്സിക്കോ ഒരു സൂപ്പർ ആയിട്ട് കളിച്ചിട്ടുള്ള ഒരു ടീം എന്ന രൂപത്തിലാണ് ഞാൻ മെക്സിക്കോയെ കാണുന്നത്. അവരാണ് ഈ വേൾഡ് കപ്പിൽ എൻ്റെ മനം കവർന്ന ടീമാണെന്ന് ചോദിച്ചാൽ അവരെന്ന് ഞാൻ പറയും. വേൾഡ് കപ്പ് 32 48 ആക്കുമ്പോൾ ഭയങ്കര വിരസമായ മത്സരങ്ങളൊക്കെ ആയിരിക്കും നമ്മളെല്ലാവരും വേൾഡ് കപ്പിന് മുമ്പ് ചർച്ച ചെയ്തതൊക്കെ. പക്ഷെ ഏറ്റവും ഗംഭീരമായ, അതായത് കുഞ്ഞൻ ടീമുകൾ വരെ വന്ന് ഗംഭീരമായി വിറപ്പിക്കുന്നു. ഇപ്പോൾ സ്പെയിനെ കാബോർഡ് വിറപ്പിക്കുന്നു, പിന്നീട് ബൊസീനിയെ പോലൊരു താരം ഉണ്ടാവുന്നത് ഈ കൈൻഡ് ഓഫ് സാധനം വന്നതുകൊണ്ടാണല്ലോ. അപ്പോൾ ഈ ചെറിയ ടീമുകൾ വന്ന് വമ്പന്മാരെ അട്ടിമറിക്കുന്ന ഒരു 48 ആക്കിയപ്പോഴും ഇതിന്റെ ഒരു ആവേശം ഒന്നും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെയാണ് ചെറിയ ടീമുകളുടെ ഒരു അത് നമ്മുടെ ഉസ്ബെക്കിസ്ഥാൻ്റെ കോച്ച് കന്നോരയാണ്, നമ്മുടെ ഇറ്റാലിയൻ ഇതിഹാസം. കന്നോരോ പോർച്ചുഗലിനെതിരെയുള്ള കളിക്ക് മുമ്പ് പറഞ്ഞ, അത് അദ്ദേഹത്തിൻ്റെ ടീമിന് അതുപോലെ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. ഇപ്പം ഫുട്ബോളിൽ ഈ ക്വാളിറ്റി ഗ്യാപ്പ് എന്ന് പറയുന്നത് വളരെ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ ടീം വലിയ ടീമെന്നൊന്നുമില്ല. ആ 90 മിനിറ്റ് നിങ്ങൾ എന്ത് മാനസികാവസ്ഥ വെച്ചും കളിക്കുന്നു എന്നനുസരിച്ചാണ് കാര്യങ്ങൾ ഉണ്ടാവുന്നതെന്ന്. ശരിക്കും പറഞ്ഞാൽ കേപ്പ് വെർദെ അത് തന്നെയാണ് ചെയ്തത്. അവർ സ്പെയിനിനെ സമനിലയിൽ പിടിക്കുന്നു അല്ലേ. ആ ഗ്രൂപ്പ് സ്റ്റേജിൽ ഒരു കളിയിൽ അവർ തോറ്റിട്ടില്ല. അർജന്റീനക്കെതിരെയും സമനില. ശരിക്കും പറഞ്ഞാൽ ഈ കളികൾ, നമ്മൾ ഈ എക്സ്ട്രാ ടൈമിലേക്ക് പോകുന്ന കളികൾ റെക്കോർഡിക്കലി വരുന്നത് സമനില എന്നുള്ള രൂപത്തിലാണ്. ലോക ചാമ്പ്യന്മാരായ അർജന്റീനയാണ് അവർ സമനിലയിൽ പിടിക്കുന്നത്. അങ്ങനെ ഈ ടീമുകൾ, ചെറിയ ടീമുകളൊക്കെ ഇങ്ങനെ കളിക്കാനുള്ളൊരു കാരണം ഒരുപക്ഷെ ഈ നമ്മുടെ കന്നോര പറഞ്ഞ കാര്യമാണ്. ഈ ക്വാളിറ്റി ഗ്യാപ്പ് വലിയ രൂപത്തിൽ കുറഞ്ഞിട്ടുണ്ട്. പണ്ടത്തെ പോലെ ഞങ്ങൾ വലിയ പവർ ഹൗസാണ് എന്ന് പറഞ്ഞു വന്ന് ചെറിയ ടീമിനെ 6 ഗോളിനും 7 ഗോളിനും തോൽപ്പിക്കുന്നതൊന്നും കാണാൻ പറ്റില്ല. പക്ഷെ ഒരുപക്ഷെ കുർസാവോക്കെതിരെ ജർമ്മനി 7 ഗോൾ അടിച്ചു എന്നുള്ളത് ശരിയാണ്, അതൊരു എക്സെപ്ഷണൽ കേസാണ്. അതുപോലെ ഒന്നും ഈ അത്രയധികം ഇനി സംഭവിക്കും തോന്നുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ക്യുറസാവോ ഒന്ന് വേൾഡ് കപ്പ് അടിച്ചു, നമുക്ക് അതിന് മുമ്പ് എത്ര പേരെ ക്യുറസാവോ എന്ന രാജ്യം കേട്ടു എന്നറിയില്ല.
48 ഇന്ത്യക്കില്ല. എത്ര രാജ്യങ്ങൾക്ക് യോഗ്യത കിട്ടേണ്ടി വരും ഇന്ത്യക്ക് കളിക്കണമെങ്കിൽ? അതിപ്പോൾ 64 ടീമുകൾ അടുത്ത വേൾഡ് കപ്പിൽ എടുക്കാം എന്ന് ഇന്നലെ ഇൻഫാന്റിനോ അത് നേരത്തെ ഉള്ളൊരു പ്രപ്പോസലാണ്. പക്ഷെ അതിന് അംഗീകാരമൊന്നും വന്നിട്ടില്ല. ഇപ്പോൾ ഈ 64 ടീമുകൾ വരുമ്പോൾ നമ്മുടെ ഇന്ത്യ വരുമോ എന്നുള്ളൊരു ചോദ്യം മനസ്സിൽ അപ്പോഴും ഉണ്ട്. അപ്പോഴും കിട്ടുമോ എന്ന് നമ്മൾ ചോദിക്കുന്നുള്ളൂ. കിട്ടും നമുക്ക് ഉറപ്പില്ല എന്നുള്ളതാണ്. നമ്മളിപ്പം കഴിഞ്ഞ വർഷം ലീഗ് പോലും മര്യാദക്ക് നടത്തിയിട്ടില്ല. അപ്പം മര്യാദക്ക് ലീഗ് പോലും നടത്താതെ വേണ്ട വിധത്തിലുള്ളൊരു ഫുട്ബോൾ കൾച്ചറൊന്നും ഇല്ലാതെ നമ്മളിത് സ്വപ്നം കാണുന്നത് തന്നെ ശരിയല്ല എന്നാണ് പറയാനുള്ളത്. ഇപ്പോൾ ഏഷ്യൻ കപ്പിലുള്ള ടീമിനെ ഇന്ത്യ അയച്ചില്ല. ചോദിക്കുമ്പോൾ സാധ്യതയില്ല എന്നുള്ളതാണ്. സാധ്യതയല്ല, നമ്മൾ ഏതെങ്കിലും തരത്തിലൊരു എക്സ്പീരിയൻസ് കിട്ടുക എന്നുള്ളൊരു കാര്യം കൂടി നോക്കണല്ലോ. തീർച്ചയായിട്ടും അതുപോലും മെനക്കെടുന്നില്ല. മാത്രമല്ല ഫസ്റ്റ് ലെവൽ നമ്മൾ ജ്യോതിഷിയെ ചോദിച്ചൊക്കെയാണ് ഫസ്റ്റ് ലെവലിൽ നമ്മൾ ഇറക്കുന്നത്. ആ സാഹചര്യത്തിൽ പറഞ്ഞ പോലെ നമ്മൾ സ്വപ്നം കാണാൻ പോലും നമുക്ക് അർഹതയില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു സത്യം എന്ന് പറയുന്നത്. അപ്പൊ കറങ്ങി തിരിഞ്ഞ് വേൾഡ് കപ്പിലേക്ക് അവസാനമായിട്ട് ഇപ്പോൾ 4 ടീമുകൾ 48 നിന്ന് ചുരുങ്ങി 4 ഈ 4 റാഫ് ടോക്സിനാണ് സാധ്യത കൊടുക്കുന്നത്. 4 ഒന്നും പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഞാൻ രണ്ടു നേരത്തെ പറഞ്ഞോട്ടോ, ഒന്ന് ബ്രെയിൻ പറയുന്നു, ഒന്ന് ഹൃദയം പറയുന്നു പറയാം. അത് പറ്റുമോ? ബ്രെയിൻ പറയുന്നത് തീർച്ചയായിട്ടും ഫ്രാൻസ് കപ്പടിക്കുന്നതാണ്. കാരണം അത്രയും വെടിച്ചില് ടീമാണ്, ഗംഭീരമായിട്ട് കളിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കളിയൊക്കെ അനലൈസ് ചെയ്യുമ്പോൾ ആർക്കും ഇപ്പോൾ ഫ്രാൻസ് ജയിക്കുന്നേ പറയാൻ പറ്റുള്ളൂ. പക്ഷെ ഞാൻ ആഗ്രഹിക്കുന്നത് അർജന്റീന ജയിക്കണം എന്നാണ്. മെസ്സി അവസാന വേൾഡ് കപ്പ് ഇനിയിപ്പോൾ അദ്ദേഹം കളിക്കാൻ അങ്ങനെ പറയുന്നത് വളരെ കുറവാണ്. അല്ല, ഞാൻ പറഞ്ഞല്ലോ, അത് നമുക്ക് ബ്രസീലിയൻ ഫാനാണെന്ന് കരുതിയിട്ട് അർജന്റീനയോട് വിരോധമൊന്നുമില്ല. അപ്പോൾ നേരെ തിരിച്ചായിരിക്കും ചിലപ്പം പല ഫാൻസിലും നമ്മളങ്ങനെ കാണുന്നത്. നമ്മൾ ലാറ്റിൻ അമേരിക്കൻ ടീമിൻ്റെ കൂടെ നിൽക്കുകയല്ലേ, അപ്പോൾ പിന്നെ ബ്രസീൽ ഇല്ലെങ്കിൽ പിന്നെ അർജന്റീന എന്നാണ്. അപ്പോൾ കഴിഞ്ഞ അവിടെ ഇപ്പോൾ നെയ്മർ പറഞ്ഞില്ലേ, 2022 വേൾഡ് കപ്പിൽ ബ്രസീൽ പുറത്തായതിനു ശേഷം ഞാൻ സപ്പോർട്ട് ചെയ്തിരുന്നത് അർജന്റീനയാണ്. കാരണം നെയ്മറുടെ കട്ട ചങ്കല്ലേ അപ്പുറത്ത് നിൽക്കുന്നത്. അപ്പം അർജന്റീന ജയിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ ചിന്തിക്കുമ്പോൾ സാധ്യത കൂടുതൽ ഫ്രാൻസിനാണ് എന്ന് പറയേണ്ടി വരും. അപ്പം തന്നെ ഈ ഗോൾഡൻ ബൂട്ട് റേസിലേക്ക് മെസ്സി, എംബാപ്പെ, ഹാളണ്ട് മാത്രമായിരുന്നു പോയത്. ബെല്ലിംഗാമും ഹാരി കെയ്നും ഉണ്ട്. ഗോൾഡൻ ബൂട്ട് ആർക്കായിരിക്കും? ഗോൾഡൻ ബൂട്ട് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ സാധ്യത കൂടുതൽ എംബാപ്പയ്ക്ക് തന്നെയാണ്. കാരണം എംബാപ്പെ പോലൊരു സ്ട്രൈക്കർ ഇപ്പോൾ വേറെ ഇല്ല. ഹാലൻഡ് ഉണ്ടായിരുന്നു, ഹാലൻഡ് പോയി. ഇനിയിപ്പോൾ ഈ ഇതിലില്ല എന്ന് ഞാൻ പറയും. നമ്മുടെ R9 പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. എൻ്റെ പീക്ക് ടൈമിൽ ഞാൻ എങ്ങനെ കളിച്ചിരുന്നു അതുപോലെയാണ് എംബാപ്പയുടെ കളി കാണുമ്പോൾ എനിക്ക് തോന്നുന്നതെന്ന്. അതൊരു സത്യമാണ്. കാരണം R9ൻ്റെ കളികൾ നമ്മൾ കണ്ടിട്ടില്ല. ഗോൾ കീപ്പറോട് ഒന്നോണ്ട് വന്നാൽ അത് ഗോളാണ്. വേണമെങ്കിൽ ഗോൾ കീപ്പറേയും മറികടന്ന് പോയി അതെ അതെ അതാണ്. അപ്പോൾ അതേപോലെ ഉള്ള ഒരു കപ്പാസിറ്റി ഉള്ള ആളാണ് എംബാപ്പെ. എംബാപ്പയ്ക്കാണ് സാധ്യത എന്ന് ഞാൻ പറയും. പിന്നെ ബാക്കിയൊക്കെ സെമി കഴിഞ്ഞ് എങ്ങനെ പോകുമെന്ന് അറിയാൻ പറ്റൂല. കാരണം സ്പെയിൻ അതെ അതാണ്. ഗോൾഡൻ ബോള് എന്നുള്ളത് ഇപ്പം പല താരങ്ങളും നല്ല രൂപത്തിൽ കളിക്കുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ അങ്ങ് പറയാനൊരു ബുദ്ധിമുട്ടുണ്ട്. ഊലീസൊക്കെ നല്ല സാധ്യതയുണ്ട്. 5 അസിസ്റ്റ് ആയി കഴിഞ്ഞു. ആകെ നമ്മുടെ 70 പെലെ മാത്രമാണ് 6 അസിസ്റ്റുകളുള്ളത്. ഊലീസൊക്കെ ആണെങ്കിൽ ഏറ്റവും കൂടുതൽ സാധ്യത. ബെല്ലിംഗാം ഗോൾ അടിക്കുന്നുണ്ടെങ്കിൽ അസിസ്റ്റ് കുറവാണ്. ഊലീസൊക്കെ തന്നെയാണ് സാധ്യത. റൈറ്റ്. അപ്പം എന്തായാലും നമുക്ക് ഫൈനൽ കഴിഞ്ഞ് ഒന്നുകൂടി ഒന്ന് ഇരിക്കാൻ തോന്നുന്നു. കൂടുതൽ വിശേഷങ്ങളുമായിട്ട് സ്പോർട്സ് റിപ്പോർട്ടറുമായിട്ട് സഹകരിച്ചതിന് വളരെ നന്ദി റാഫ്. വളരെ സന്തോഷം നിങ്ങളെ കാണാൻ കഴിഞ്ഞാലും പരിചയപ്പെടാൻ പറ്റിയല്ലോ. താങ്ക് യു സോ മച്ച്.